നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം. എറിക് ടെൻ ഹാഗ് വളരെ കൊട്ടിഘോഷിച്ച് മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് അയാക്സിൽ നിന്ന് എത്തിച്ച കളിക്കാരനാണ് ബ്രസീലിയൻ താരം ആന്റണി. പക്ഷെ ഇപ്പോൾ വളരെ ഫ്ലോപ്പായി അദ്ദേഹം മാറിക്കൊണ്ടിരിക്കുന്നു. ഈ ഘട്ടത്തില് അതിനെക്കുറിച്ച് വിശദീകരിക്കുകയാണ്. എന്താണ് സംഭവിച്ചത്? ആന്റണിയുടെ പ്രശ്നം എന്താണ്? ഇങ്ങനെ ഫ്ലോപ്പ് പ്രകടനം വരാനുള്ള കാരണം എന്താണ് എന്നുള്ളത് എറിക് ടെൻ ഹാഗ് വിശദീകരിക്കുന്നത്. അദ്ദേഹം ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്ന വാക്കുകളിലേക്ക് ഒന്ന് പോകാം. ആന്റണിയുടെ കാര്യത്തിൽ എനിക്ക് വിശദീകരിക്കാൻ പറ്റും. അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. അവന്റെ ഓഫ് ഫീൽഡ് ഇഷ്യൂസ് ആണ് കളിയെ ഈ രൂപത്തിലേക്ക് മാറ്റിയത്. ഫസ്റ്റ് ഇയർ വാസ് ഓക്കെ, പ്രീ സീസൺ വെരി ഓക്കെ ആയിരുന്നു. പിന്നെ ഈ സീസണിൽ ആദ്യത്തെ 4 മത്സരങ്ങൾ വെരി ഗുഡ് ആയിരുന്നു. സ്പേഴ്സിനെതിരെയുള്ള ഒരു മത്സരമൊക്കെ വളരെ മികച്ച പ്രകടനം അവൻ നടത്തി. പക്ഷേ ആ ഘട്ടത്തിലാണ് പ്രശ്നങ്ങൾ ഉണ്ടായി അവന് പുറത്തിരിക്കേണ്ടി വന്നത്. തിരികെ വന്നപ്പോ നമ്മൾ പ്രതീക്ഷിക്കുന്ന രൂപത്തിലുള്ള ഒരു പെർഫോമൻസ് അവന് ഡെലിവർ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ അവന് കൂടുതൽ മികച്ച രൂപത്തിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. നിങ്ങളിപ്പോൾ അയാക്സിലെ കാര്യം പറഞ്ഞില്ലേ? അയാക്സിലെ അവൻ്റെ ഒരു എഫക്റ്റീവ്നെസ് ഞാൻ ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ വളരെ എഫക്റ്റീവ് ആയിരുന്നു. മാത്രമല്ല എൻഡ് പ്രൊഡക്റ്റ് വളരെ ഹയർ ആയിരുന്നു. ചാമ്പ്യൻസ് ലീഗിലും വളരെ മികച്ച പ്രകടനം അവൻ നടത്തിയിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ അവൻ കേപ്പബിൾ ആണ്. കീ ആക്ഷൻസ്, കീ പാസസ്, അതുപോലെ ക്രോസസ്, ഫിനിഷിങ്, ഇതിലെല്ലാം അവന് ആ ഒരു ഹൈ ലെവലിൽ കളിക്കാൻ പറ്റും. പക്ഷെ പ്രീമിയർ ലീഗിൽ ആ ഒരു ലെവലിലേക്ക് അവൻ എത്തേണ്ടതുണ്ട്. അത് അത്ര എളുപ്പമല്ല, ഒരല്പം കൂടി ഡിഫിക്കൽട്ട് ആണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അതൊരു എഫക്റ്റ് തീർച്ചയായിട്ടും, ഈ പ്രശ്നങ്ങളുടെ ഒരു എഫക്റ്റ് അവനിലുണ്ട്, ഒരു ഇമ്പാക്ട് അവനിലുണ്ട്. ഡെഫിനറ്റ്ലി അവൻ ആ പ്രശ്നങ്ങൾ ഡീൽ ചെയ്യേണ്ടതുണ്ട്. തീർച്ചയായിട്ടും കൂടുതൽ മികച്ച പെർഫോമൻസ് അവനിൽ നിന്ന് വരേണ്ടതുണ്ട് എന്നാണ് ഇപ്പോൾ എറിക് ടെൻ ഹാഗ് പറഞ്ഞത്. എന്തായാലും ആന്റണിക്ക് ഇടക്കാലത്ത് ചില പ്രശ്നങ്ങൾ ഉണ്ടായി. പോലീസുമായി ബന്ധപ്പെട്ട കേസുകളിലേക്കൊക്കെ പോയത് എല്ലാവർക്കും ഓർമ്മയുണ്ടാകും. ആ ഘട്ടത്തിൽ അദ്ദേഹത്തെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മാറ്റി നിർത്തിയിരുന്നു. ആ പ്രശ്നങ്ങളാണ്, കളിക്കളത്തിന് പുറത്തെ പ്രശ്നങ്ങളാണ് ആന്റണിയെ ബാധിച്ചത് എന്നാണ് ഇപ്പോൾ എറിക് ടെൻ ഹാഗ് വാദിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.